ബീട്രൂട്ട് തോരൻ ചിലർ കഴിക്കില്ല, അതിനൊരു ചവർപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ടിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് ഒരു സവാള മാത്രം മതി, നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാം. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഹായ്, നമ്മുടെ സ്വാഭാവിക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമല്ലേ? പക്ഷെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലർ പറയും ബീട്രൂട്ടിന് ഒരു ചവർപ്പുണ്ട്, അപ്പോൾ അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ ആ ചവർപ്പ് പോകാൻ വേണ്ടിയിട്ട് തേങ്ങ ഇടും എന്നൊക്കെ. പക്ഷെ ഇതിന് തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരൊറ്റ ബീട്രൂട്ടിന് ഒരു സവോള എന്ന കണക്കിൽ നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ചിലർ ഈ ബീട്രൂട്ടിൻ്റെ ചവർപ്പ് പോകാൻ ശർക്കര പൊടിച്ചിടും, അതേപോലെ വിനാഗിരി ഒഴിക്കും. അപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരൊറ്റ സവോളയിലും അതേപോലെ ഈ ഒരു ബീട്രൂട്ട് എങ്ങനെയാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബീട്രൂട്ട് ആദ്യം നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ഒപ്പം ഒരു സവോളയും ഒരു ചെറിയ ആ ബീട്രൂട്ടിനനുസരിച്ച് ഉള്ള ഒരു സവോള കേട്ടോ, അതും കൂടെ എടുത്ത് നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ സ്ക്വയറുകളാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇങ്ങനെ കനം കുറച്ചെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പയറുപ്പേരി വെക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയ ഫ്രണ്ട്സ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് തോരൻ വയ്ക്കാമെന്ന്. അപ്പോൾ ദേ ഈ ഒരു പാകത്തിന് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോളയും ബീട്രൂട്ടും ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉണ്ടല്ലോ, ഈ സവോളയും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്യരുത് കേട്ടോ. അത് രണ്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ വഴറ്റാൻ പോകുന്നത്. അങ്ങനെ വഴറ്റുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സവോളയ്ക്ക് അത്ര വേവൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ദേ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകൊന്നും പൊട്ടിക്കണമെന്നില്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കടുക് താല്പര്യമാണെങ്കിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് മാത്രം സവോള എടുത്തിട്ട് അതിലേക്ക് ഇടുക. അതല്ലെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ എന്തായാലും സവോള ഇടുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ സവോളയുടെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ വഴറ്റിയതിന് ശേഷം ഒപ്പം ഇടിച്ച മുളക് ഇടണം കേട്ടോ. ഇനി ഇടിച്ച മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടോളൂ, കുഴപ്പമില്ല. ഇടിച്ച മുളകിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സവോളയും കൂടി ഇടാം. അപ്പോൾ അതിനിടയിൽ നിങ്ങളിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ, മറക്കണ്ട. അപ്പം അതും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയെല്ലാം ആ സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുളകും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഉപ്പും എല്ലാം കൂടെ മിക്സ് ആണ്. അതിൽ നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളുടെ ഇതേ ഈ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നന്നായി മിക്സ് ചെയ്യേണ്ടത്. ആ സവോളയും മുളകും കറിവേപ്പിലയും അതേപോലെ ബീട്രൂട്ടും ആ ഉപ്പൊക്കെ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കാം. അപ്പം തീ സിമ്മിലിടാൻ മറക്കരുത്. എപ്പോഴും തീ സിമ്മിലിട്ട് വയ്ക്കണം. സവോള വഴറ്റി കഴിഞ്ഞാൽ തീ സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അതുവരെ നമുക്കൊരു മീഡിയത്തിലിട്ട് വയ്ക്കാം. അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരല്പസമയം കഴിഞ്ഞു ഇതേ ഒന്ന് ഇളക്കിയിട്ടു, നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടു വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരും ഓരോ പ്രാവശ്യം. ഒരു മൂന്നാമത്തെ തവണ മൂടി തുറന്ന് എടുക്കുമ്പോഴേക്കിനും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും. ബീട്രൂട്ട് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ ഞാൻ ഇളക്കിയിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ എല്ലാവരും നിറയെ ചോറും കൂട്ടാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം കറിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റിൽ ബീട്രൂട്ട് കറി റെഡിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ ശർക്കര നീരോ അല്ലെങ്കിൽ എന്താ പറയുക വിനാഗിരി ഒന്നും ഒഴിക്കണ്ട. അടിപൊളി ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബീട്രൂട്ടിൻ്റെ ഒരു ചൊവയോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോഴേ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ബീട്രൂട്ട് തോരൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചോളും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ പറയാം നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.